പുളയംകുഴി മക്കാമിലേക്കാണ് എൻ്റെ യാത്ര. അനവധി ഔലിയാക്കളുടെ മക്കാമുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. വല്ലാത്ത ഒരു അതിശയം തോന്നുകയാണ്. കൊടും കാട്ടിലൂടെ ഈ യാത്ര തുടരുമ്പോൾ ചുറ്റുപാടൊന്നും ആൾപ്രദേശമില്ലാത്ത ഈയൊരു സ്ഥലത്തിലൂടെ എൻ്റെ ബൈക്ക് മെല്ലെ നടന്നു നീങ്ങി. രാത്രികാലങ്ങളിൽ ഇവിടെ പ്രവേശനമില്ല. കോൺക്രീറ്റ് ഇട്ട ആ റോട്ടിലൂടെ ബൈക്ക് മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുക്കാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ ഔലിയാക്കളുടെ അടുക്കിലേക്ക് 2 ഉപ്പാപ്പമാർ കിടക്കുന്ന മക്കാമിലേക്കാണ് ഞാൻ സിയാറത്തിന് പോകുന്നത്. ഒരുപാട് മക്കാമുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറെ ആകർഷണത്വം വന്നത് ഈ മക്കാമാണ്. കാട്ടുപള്ളി മക്കാൻ, മുളയംകുഴി മക്കാം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മക്കാമിലേക്ക് രാത്രി കാലങ്ങളിൽ ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ രാത്രി ഇതിലൂടെ പ്രവേശനമില്ലാന്ന്. ചുറ്റുപാടും വീടുകളൊന്നുമില്ല, കൊടും കാടാണ്. രാത്രി കാലങ്ങളിൽ ജിന്നുകൾ ഇറങ്ങാറുണ്ട് എന്ന് ഇവിടെ പറയപ്പെടുന്നു. കാരണം ഇവിടെയുള്ള മക്കാമിന് തൊട്ടടുത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരു തവണ മാത്രം, അഥവാ ഒരു ദിവസം, അതായത് ഒന്നരാടം മാത്രമാണ് ഇവിടെ കുത്തുബ നടക്കാറുള്ളൂ. കാരണം ഡെയിലി ഇവിടെ കുത്തുബ വെള്ളിയാഴ്ച ഇവിടെ കുത്തുബ നടക്കാറില്ല. കാരണം ടൗൺ പള്ളിയിലും ഇവിടെയും മാറിയാണ് കുത്തുബ ഓതാറ്. ഒരു തവണ ഇവിടെ ഓതിയാൽ ഒരു തവണ അവിടെയാണ്. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പുകൾ. അപ്പോൾ രാത്രി കാലങ്ങളിൽ 5 മണി ടു രാവിലെ 7 മണി വരെയാണ് ഇവിടേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ളത്. കാരണം മുളയംകുഴി മക്കാമിലേക്ക് പോകുന്ന ബോർഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മക്കാമിലേക്ക് പോയി നോക്കാം. അവിടെ ഈ ഒരു റൂട്ടിലൂടെയാണ്, കല്ലും മണ്ണും ഒക്കെ ഇടുങ്ങിയ ഒരു പ്രദേശത്തിലൂടെയാണ് നമ്മളീ പോകുന്നത്. കാണാൻ തന്നെ വല്ലാത്തൊരു ഭയം തോന്നും. ഒറ്റയ്ക്കൊരു ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഭയം പോലെ കൂട്ടുകാരനും ഞാനും ഒത്ത് ഈ മക്കാമിലേക്ക് വന്നപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയം തന്നെയാണ്. കാരണം വല്ലാത്തൊരു ഫീലിംഗാണ് ഇവിടെ. ഒരു ആൾപ്രദേശമോ ഒരാളുമില്ല, ബഹളമില്ലാത്തൊരു സ്ഥലം. എന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്കാമിലേക്കാണ് വരുന്നത് എന്നുള്ള ഒരു വല്ലാത്തൊരു ധൈര്യവുമുണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ, എല്ലാ ആളുകൾക്കൊക്കെ വല്ലാത്ത ആഗ്രഹങ്ങൾ സാധിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാത്ത ഒരു നല്ല പവറുള്ള 2 ഉപ്പാപ്പമാരുടെ മക്കാമാണ്. ഈ പള്ളിയും ചുറ്റുപാടും അവിടെയുള്ള കബറിടവും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. കാരണം വല്ലാത്ത രീതിയിൽ. അപ്പോൾ ആ മക്കാമിൻ്റെ ചുറ്റുഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. കാണാൻ നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്ന സ്ഥലമാണ് മക്കാമ്. ആ പള്ളി, പനമരങ്ങളും തേക്കിൻ്റെ മരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പഴയ കഥകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നല്ലേ. അപ്പോൾ നമുക്ക് മക്കാമിലേക്ക് പോവാം. ആ മക്കാമിലേക്ക് നമുക്ക് പോവാം. അപ്പം എൻ്റെ കൂട്ടുകാരനവിടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ അപ്പം കബറിടങ്ങളാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ കബറിടങ്ങളാണ്. അപ്പോൾ നമുക്ക് മെല്ലെ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. ഇതാണ് പള്ളി. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വശത്ത് കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പള്ളി അടച്ചിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അവിടെ കണ്ടോ, പ്രവേശനം 5 ടു 7 മണി വരെയൊക്കെ, 7 മണി അങ്ങനെ നിരോധിച്ച ഇതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ അപ്പുറത്തൊക്കെ കബറിടങ്ങളാണ്. നമുക്ക് ആവശ്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ഒരുപാട് ആളുകളും കബറടക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ മുളയംകുഴി മക്കാമ്. അപ്പോൾ മക്കാമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഞാൻ വീഡിയോ അതൊന്നും എടുക്കുന്നില്ല. അതെനിക്ക് എന്തോ മനസ്സതിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല. ആ ഭാഗങ്ങൾ, ഇവിടെയുള്ള ചുറ്റുഭാഗങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ഇപ്പോൾ ജിന്നുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്, പള്ളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ജിന്നി പള്ളി എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഉപ്പാപ്പന്മാരുടെ അടുക്കൽ പോയാൽ നല്ല ആഗ്രഹ സഫലീകരണങ്ങൾ പെട്ടെന്ന് നിറവേറുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ പത്തിരിപ്പാല ആ ഭാഗത്തു കൂടെയൊക്കെയാണ് റൂട്ടുകൾ, ഇങ്ങോട്ടൊക്കെ വരാനുള്ള റൂട്ടുകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഞാൻ നിർത്തുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും, 1000 നന്ദി. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോകൾ കാണുക. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നത് വരെ 1000 നന്ദി. അസ്സലാമു അലൈക്കും.